ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിൽ ജനാധിപത്യ ധ്വംസനം എന്നാരോപിച്ചുകൊണ്ട് UDF ആഹ്വാനം ചെയ്ത കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ കോഴിക്കോട്ട് പുരോഗമിക്കുന്നു. ഇപ്പോൾ DCCയുടെ പ്രതിഷേധ പ്രകടനത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് കോഴിക്കോട്ട് നഗരത്തിൽ നിന്ന്. ഇപ്പോൾ DCCയുടെ പ്രകടനമല്ലേ ഈ വരുന്നത്? ഇതും അക്രമാസക്തമായുള്ള സമാധാനപരമായിരിക്കുമോ? ഏകദേശം പോലീസുമായി ഇടക്കിടക്കും തള്ളും തന്നെയാണ്. ഇതുമായി വരുന്ന പ്രവർത്തകർ ചിലർ മറുഭാഗത്തൂടെ പോകുന്ന ബസ്സുകൾക്കൊക്കെ നേരെ, വാഹനങ്ങൾക്ക് നേരെ നോക്കി മുദ്രാവാക്യം മുഴക്കുന്നുണ്ട്. പോലീസുകാർ ഇടപെടുന്ന സമയത്ത് ഇതും തള്ളും ഒക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട് എന്നതാണ്. ഇപ്പോഴേലും DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓഫീസിൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. KSRTC സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിൽ ഇതും തള്ളും ഉണ്ടായി. ഗംഡിക്ക് ഇവിടെ കടയടപ്പിക്കുന്ന ഇപ്പോൾ ഇതാ കടകൾ കൂടി അടപ്പിക്കുകയാണ്. കാര്യങ്ങൾ കടകൾ അടപ്പിക്കാൻ ഹർത്താൽ അനുകൂലികൾ ശ്രമിക്കുകയാണ്. കോഴിക്കോട് നഗരത്തിൽ സംഘർഷം ഭേദമാവുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ. കോൺഗ്രസ് ആഹ്വാനം ഹർത്താൽ സമാധാനപരമായി പുരോഗമിക്കായിരുന്നു. രാവിലെ വാഹനങ്ങൾ തടയാനോ കടകൾ അടപ്പിക്കാനോ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായില്ല. പക്ഷേ 11 മണിയോട് കൂടിയാണ് ഹർത്താൽ ആഹ്വാനത്തെ മനഃപൂർവ്വം ലംഘിച്ചുകൊണ്ട് ബോധപൂർവ്വം സർവീസുകൾ നടത്തുന്നു, കടകൾ തുറന്നു വച്ചിരിക്കുന്നു എന്ന ആരോപണവുമായി ഒരു സംഘം ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയത്. അവിടെ നേരിയ സംഘർഷമുണ്ടായി. അതിന് പിന്നാലെ ഇപ്പോൾ DCC അധ്യക്ഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. അതിനിടയിൽ കടകൾ അടപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു. ഒറ്റപ്പെട്ട സംഘർഷം പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. ഹർത്താൽ അനുകൂലികൾക്കെതിരെ ജീവനക്കാരും രംഗത്ത് വന്നിരുന്നു. കടകൾ അടപ്പിക്കാനുള്ള ശ്രമം പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും വളരെ സമാധാനപരമായിരിക്കും ഇന്നത്തെ ഹർത്താൽ ആഹ്വാനം എന്നതായിരുന്നു കോൺഗ്രസ് നേതാക്കളൊക്കെ വിശദീകരിച്ചിരുന്നത്. രാവിലെ കടയടപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായില്ല. ഹർത്താൽ ആഹ്വാനത്തിന് തൊട്ട് പിന്നാലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കടകൾ തുറക്കും എന്ന് മറുപടി നൽകുകയും ചെയ്താണ്. അതിന് പിന്നാലെയാണ് ബസ് സർവീസുകളും പതിപോലെ ഉണ്ടാകും എന്ന നിലപാട് സ്വീകരിക്കപ്പെട്ടതും. പക്ഷേ അത് തടയുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നില്ല. കോഴിക്കോട്ട് സാധാരണ ഒരു ഞായർ ദിവസം എന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് കാര്യമായ പ്രതിഷേധവും ഉണ്ടായിരുന്നില്ല. അല്പസമയം മുമ്പാണ് ബസ്സുകൾ തടയാനുള്ള ശ്രമം ഉണ്ടായത്. പോലീസുമായി ഉണ്ടുതള്ളുണ്ടായി. അതിനിടയിൽ ബസ് ജീവനക്കാരുമായി തർക്കങ്ങളുണ്ടായി. അവരും ഒരു പ്രവർത്തനം പിടിച്ചു തള്ളുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ സംഘർഷപരമായി കാര്യങ്ങൾ പോകുന്നത്. കട അടയ്ക്കണമെന്ന ഉറച്ച നിലപാടിലേക്ക് എത്തുകയും ചെയ്തത്. ഹർത്താലിന്റെ ഭാഗമായി കോഴിക്കോട്ട് സംഘർഷമുണ്ടാകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി
സംഭവിക്കുന്നത്. കടകൾ അടപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള തർക്കവും സംഘർഷവുമാണ്. രതീഷ, ബസ് സ്റ്റാൻഡിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ തുറന്ന് പ്രവർത്തിച്ച കടകളെല്ലാം തന്നെ പ്രവർത്തകർ അടപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പോലീസുമായി വലിയ രീതിയിൽ ഉന്തും തള്ളും വാക്കേറ്റവുമാണ് ബസ് സ്റ്റാൻഡിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്. സ്ഥിതിഗതികൾ വളരെ കൂടുതൽ അശാന്തമായി പോകുന്ന അവസ്ഥയാണ്. നമുക്ക് ഓരോ സ്ഥലത്തേക്ക് ഓരോ ഭാഗത്തേക്ക് നോക്കുമ്പോഴും പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റും ഒക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാലും കടകളെല്ലാം തന്നെ ബസ് സ്റ്റാൻഡിലും ഈ സമീപത്തും പ്രകടനം കടന്നു വന്ന സ്ഥലങ്ങളിലുള്ള കടകളെല്ലാം തന്നെ അടപ്പിച്ചിട്ടുണ്ട്. ദിശ, ദൃശ്യങ്ങളിലേക്ക് പോകാം. വീണ്ടും ഉന്തും തള്ളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പോലീസുമായി ഉണ്ടായിരുന്ന സംഘർഷത്തിലെ കാര്യങ്ങൾ പോകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കോഴിക്കോട് മെഡിക്കൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഗുരുവായൂരിൽ ജനാധിപത്യ ധ്വംസനമുണ്ടായി സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പുമായി അതിന് ഒത്താശ ചെയ്ത് പോലീസ് എന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. എംപിയും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർക്ക് സംഘർഷത്തിൽ അടിയേൽക്കേണ്ടി വന്നു എന്ന ആരോപണം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഹർത്താൽ ആഹ്വാനം ഉണ്ടായത്. ഇപ്പോഴത്തെ ഹർത്താലിന്റെ ഭാഗമായി കോഴിക്കോട്ട് നഗരഹൃദയത്തിലുള്ള ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ സംഘർഷാന്തരീക്ഷമാണ്. അവിടെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കടകളെല്ലാം തുറന്നിരുന്നു, കടകളെല്ലാം പക്ഷേ ഇപ്പോൾ അടപ്പിച്ചു. കോൺഗ്രസ് പ്രവർത്തകർ പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാകുന്നുണ്ട്.